ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള വാപ്പമാരോട് നിങ്ങൾ വഴുതു പറയേണ്ടവരാണ്, മക്കളോട് നിങ്ങൾ വഴുതു പറയേണ്ടവരാണ്. കാരണം ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് വഴുതു പറയണമെന്നാണ്, കുടുംബത്തോട് നല്ലത് പറഞ്ഞു കൊടുക്കണമെന്നാണ്. ഒരു നല്ല കുടുംബിനിക്കാണ് ആ കുടുംബത്തിൽ ദീൻ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പറയുമ്പോ നരകത്തെ നമ്മുടെ കൂട്ടുകുടുംബാദികളെ തൊട്ട് കാക്കുന്നത് നാം കേട്ട ഇൽമു മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ട് തന്നെയാണ്. അവരാ ഇൽമു അറിഞ്ഞതിന് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നവരാണ് നമ്മുടെ ഭർത്താക്കന്മാരെങ്കിൽ മക്കളെങ്കിൽ അവരോട് പറയണം, ഒരാളുടെ മുതലും നമുക്ക് കൈവശപ്പെടുത്തേണ്ടതില്ല, അതിലല്ലാഹു സന്തോഷം തരില്ല. മറ്റുള്ളവന്റെ മുതലുമായി നാം ആർഭാട ജീവിതം നയിക്കുമ്പോൾ അല്ലാഹു അത് എടുത്തു കളയാനും കഴിവുള്ളവനാണ് എന്നുള്ള ബോധമുണ്ടാകണം മുഅ്മിനീങ്ങളെ. ഇന്ന് രോഗം പെരുകാൻ വലിയ കാരണം എന്താണെന്നറിയുമോ? എല്ലാ സ്ഥലങ്ങളിലും രോഗമാണ്. സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും രോഗത്തിന്റെ അടിമകളാണ്. ഒരു നാൾ വലിയ പ്രതാപത്തിൽ ജീവിച്ചവൻ കുറച്ചു നാൾ കഴിയുമ്പോഴേക്കും താഴെ തട്ടിലേക്ക് താഴുന്നതാണ് കാണുന്നത്. കാരണം സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്, സമ്പത്തിൽ പവിത്രത ഇല്ലാത്തത് കൊണ്ടാണ്, മറ്റുള്ളവന്റെ സമ്പത്ത് കൈവശപ്പെടുത്തിയത് കൊണ്ടാണ്, അവകാശമില്ലാത്ത വസ്തുക്കളിൽ അവൻ കച്ചവടം നടത്തുന്നത് കൊണ്ടാണ്, മക്കൾക്ക് ഹലാലല്ലാത്തത് തീറ്റിപ്പിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹു സാമ്പത്തികമായ ശുദ്ധി നിലനിർത്താൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വിഷയം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, കച്ചവടം നടത്തുന്നവരായിരിക്കും പലപ്പോഴും നമ്മൾ. നമ്മുടെ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ പല രൂപത്തിലും കച്ചവടം നടത്തുന്നവരായിരിക്കും. കച്ചവടത്തിന്റെ സക്കാത്ത് കൃത്യമായി കൊടുക്കാത്ത വ്യക്തികൾക്ക് അവരുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവില്ല. അതിന് മൊയ്യാരെ കൊണ്ട് എത്ര ഓദിച്ചിട്ടും കാര്യമില്ല, എത്ര തകിടെഴുതിയിട്ടും കാര്യമില്ല, എത്ര പേപ്പറിൽ ഖുർആനിന്റെ വചനങ്ങൾ എഴുതി ബിൽഡിങ്ങിന്റെ മൂലയിലും സൈഡിലുമായി വെച്ച് മാഷാ അല്ലാഹ് വച്ചിട്ടും കാര്യമില്ല. 50,000-ഓളം രൂപ വില വരുന്നതിന്റെ മുകളിലായി നമ്മുടെ കടകളിലോ മറ്റുമൊക്കെയായി കച്ചവട വസ്തുക്കളുണ്ട് എങ്കിൽ 595 ഗ്രാമിന്റെ വിലയാണ് പറയുന്നത്. ഏകദേശം 60,000 രൂപ വന്നേക്കാം. ആ രൂപക്ക് നമ്മുടെ കടകളിൽ കച്ചവട വസ്തുക്കളുണ്ട് എങ്കിൽ ഇന്നത്തെ കാലത്ത് ഏകദേശം വരുന്ന എല്ലാ കടകളിലും ലക്ഷങ്ങളുടെ കച്ചവട വസ്തുക്കളാണുള്ളത്. അങ്ങനെ ഇരിക്കെ ആ വസ്തുക്കളുടെ വില കണ്ടിട്ട് വില കെട്ടിയിട്ട് അതിനനുസരിച്ചുള്ള 2.5% നാം സക്കാത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതും കൃത്യസമയത്ത് കൊടുക്കണം. ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ പിന്നീട് നാം ഉണ്ടാക്കുന്ന ലാഭം മുഴുവനും മറ്റുള്ളവന് അർഹതപ്പെട്ട ഈ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്നാണ്. ഈ സക്കാത്തിന്റെ വിഹിതവും അതിൽ ഇടകലരുകയാണ്. അങ്ങനെ ഇടകലർന്ന സമ്പത്ത് ഹറാമിന്റെ സമ്പത്താണ്. ആ സമ്പത്തിൽ നിന്ന് നാം ലാഭമുണ്ടാക്കി വീട് പണിയുമ്പോൾ, കാറ് മേടിക്കുമ്പോൾ, മക്കളെ കെട്ടിക്കുമ്പോൾ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ അവിടെ ഹലാലിയത്തുണ്ടാവുക? എങ്ങനെയാണ് മുഅ്മിനാത്തുക്കളെ അവിടെ ഹറാമ് കലരാതിരിക്കുക? അല്ലാഹു ശ്രദ്ധിക്കാനും അതനുസരിച്ച് ഇടപഴകുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.